കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമല്ല എമ്പുരാൻ തരംഗം നടക്കുന്നത്. എമ്പുരാന്റെ അതിശയിപ്പിക്കുന്ന വിജയം ഏറ്റവും കൂടുതൽ സ്വന്തമാക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ധാരാള നായകനാക്കി പൃഥ്വിരാജ് സുകുമാർ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രം ഇതുവരെയുള്ള മലയാള സിനിമാ ചരിത്രത്തിലെ സകലവിധ കളക്ഷൻ റെക്കോർഡ് തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ 5 ദിനങ്ങൾ കൊണ്ട് തന്നെ ചിത്രം 200 കോടി കളക്ട് ചെയ്തിരിക്കുന്ന കാഴ്ച നമുക്കിപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് കണ്ടാണ് സിനിമാ പ്രേമികൾ കണ്ണു തള്ളിപ്പോകുന്നത്. ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ മാത്രം പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 125 മുതൽ 130 കോടി രൂപ വരെയാണ് ആദ്യ 5 ദിനം കൊണ്ട് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് GCC അതായത് ഗൾഫ് കൺട്രികളിൽ തന്നെയാണ്. ഗൾഫ് കൺട്രികളിൽ ലാലേട്ടൻ ചിത്രത്തിന് എമ്പുരാന് വൻ വരവേൽപ്പ് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റെക്കോർഡ് കളക്ഷനാണ്. ഈദ് അവധി ദിവസങ്ങൾ കൂടി ആയതുകൊണ്ട് തന്നെ ചിത്രം അവിടെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുമ്പോൾ ചിത്രം 210 കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഇതുവരെയുള്ള സകല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചാണ് എമ്പുരാന്റെ മുന്നേറ്റം. നിലവിൽ മഞ്ഞുമൽ ബോയ്സ് ആണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. ആ ഒരു റെക്കോർഡ് ലാലേട്ടൻ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടോടുകൂടി പുറത്തു വരുമ്പോൾ പിന്തള്ളും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ 5 ദിവസം കൊണ്ട് 50 കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചിത്രത്തിന് വെറും 5 ദിവസം മാത്രമാണ് 200 കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ സ്വന്തമാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ചിത്രം രണ്ടാം വാരത്തിലോട്ട് കിടക്കുമ്പോൾ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 500 കോടി കടക്കും എന്നുള്ള അപ്ഡേറ്റുകളും വരുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ 500 കോടി ചിത്രമായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാറുമെന്നറിയാൻ വേണ്ടി. അപ്പോൾ ലാലേട്ടൻ നായകനായിട്ടെത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.